ഭിന്നാഭിപ്രായമുള്ള ആളുകൾക്കും ഇഖാമത്തുദ്ദീൻ എന്ന പൊതുലക്ഷ്യത്തിന് വേണ്ടി ഒത്തുചേർന്ന് പ്രവർത്തിക്കാനുള്ള ഇടം ജമാഅത്ത് ഇസ്ലാമിയിൽ ഉണ്ട് എന്നാണല്ലോ നിങ്ങൾ വാദിക്കുന്നത്. എങ്കിൽ സൂറത്തു അശൂറയിലെ 13-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നിങ്ങൾ എപ്പോഴും ഉയർത്തി കാണിക്കുന്ന ഇഖാമത്തുദ്ദീൻ എന്ന പദത്തിൻ്റെ അർത്ഥവും വിവക്ഷയും സാക്ഷാൽ മൗദൂദി സാഹിബ് തന്നെ അദ്ദേഹത്തിൻ്റെ തഫ്ഹീമുൽ ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. അതിങ്ങനെ നമുക്ക് വായിക്കാം. ഇഖാമത്തുദ്ദീൻ കൽപ്പിച്ച ശേഷം അള്ളാഹു ഈ സൂക്തത്തിൽ അവസാനമായി അരുളിയത് വലാ തതഫറഖൂ ഫീഹി, അതിൽ ഭിന്നിക്കരുത് എന്നാണ്. ദീനിൽ ഭിന്നിപ്പ് കൊണ്ട് ഉദ്ദേശം മനുഷ്യൻ ദീനിനകത്ത് ബുദ്ധിപരമായ സാധുതയില്ലാത്ത വല്ല പുതിയ കാര്യവും സ്വന്തം വകയായി ആവിഷ്കരിക്കുകയും താൻ ആവിഷ്കരിച്ച സംഗതിയെ അംഗീകരിക്കുകയാണ് ഈമാനിൻ്റെയും കുഫറിൻ്റെയും അച്ചാണി എന്ന് ശഠിക്കുകയുമാകുന്നു. തുടർന്ന് അത് അംഗീകരിക്കുന്നവർ അംഗീകരിക്കാത്തവരിൽ നിന്ന് വേർപ്പെടുന്നു. ഈ പുതിയ സംഗതി പല വിധത്തിലുണ്ടാകാവുന്നതാണ്. ദീനിൽ ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കലാവാം, ദീനിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കലുമാകാം. ദീനീ പ്രമാണങ്ങളിൽ ഭേദഗതിയുടെ പരിധിയോളം എത്തുന്ന വ്യാഖ്യാനങ്ങൾ ചമച്ച് പുതിയ വിശ്വാസങ്ങളും പുതുമയുള്ള കർമ്മങ്ങളും ആവിഷ്കരിക്കുന്നതും ദീനിൽ ഭിന്നിക്കുന്നതിൻ്റെ രൂപങ്ങളിൽ പെടുന്നു. ദീൻ കാര്യങ്ങൾ മാറ്റിമറിച്ച് അവയുടെ സ്വഭാവം താറുമാറാക്കുന്നതും ഈ ഭിന്നിപ്പിൻ്റെ ഒരു രൂപം തന്നെ. സഹോദരങ്ങളെ, ഇവിടെ ഭിന്നാഭിപ്രായമുള്ളവർക്കും ഇഖാമത്തുദ്ദീൻ എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഒത്തുചേർന്ന് പ്രവർത്തിക്കാമെന്ന് പറയുന്ന കാര്യം മൗദൂദി സാഹിബിൻ്റെ ഈ ഒരു വിശദീകരണവുമായി തത്വത്തിൽ എങ്ങനെയാണ് യോജിക്കുന്നത്? ദീൻ കാര്യങ്ങൾ മാറ്റിമറിക്കുന്ന നബിദിനാഘോഷം പോലെയുള്ള ബിദ്അത്തുകൾ അതെല്ലാം അപ്രസക്തമാക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള ആളുകൾ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ അതെല്ലാം കൂടുതൽ ഭിന്നതയിലേക്കാണ് നമ്മയെല്ലാം എത്തിക്കുന്നത് എന്ന് തന്നെയാണ് മൗദൂദി സാഹിബിൻ്റെ വിശദീകരണ പ്രകാരം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.